ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് കമ്പൈൻ ചെയ്ത് നമുക്ക് എൻട്രിയുടെ ലോജിക് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എക്സിക്യൂഷൻ ടൈം ഫ്രെയിംസ് എന്ന് പറയുന്നത് ഇൻട്രാഡേ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ 15 മിനിറ്റും 1 മിനിറ്റും ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻട്രിക്ക് വേണ്ടി നമ്മൾ നോക്കുക. ഓക്കെ, സോ എന്തായാലും ഹയർ ടൈം ഫ്രെയിമിലെ ഡയറക്ഷനുകളും സോണുകളും നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് വന്ന് എൻട്രി എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ബേസിക്കലി നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ കഴിയുന്നത് 15 മിനിറ്റിലെ നമ്മുടെ ബയസ് ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഇൻട്രാഡേയിൽ വരുമ്പോൾ. ആദ്യം വേണ്ട നമുക്കൊരു ബയസ് ആണ്. സോ ഇവിടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണുന്ന ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ബയസും, അതുപോലെ നമുക്ക് റൈറ്റ് സൈഡിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ബെയറിഷ് ബയസും ആണ് 15 മിനിറ്റ്സിൽ അല്ലേ. നമ്മൾ എന്താ പറയാ, 15 മിനിറ്റ് ഇവിടെ ബൈസ് എടുക്കാനാണ് നോക്കുന്നത്, അതേസമയം ഇവിടെ സപ്ലൈ സോണിൽ സെല്ല് ചെയ്യാനാണ് നോക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് 15 മിനിറ്റിൽ നമ്മുടെ ബയസിന്റെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡിമാൻഡ് സോണിലോ സപ്ലൈ സോണിലോട്ടോ പ്രൈസ് വരണം. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, സോ നമുക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. വൺസ് പ്രൈസ് നമ്മളെ സപ്ലൈ ഡിമാൻഡ് സോണുകളിൽ വരുമ്പോൾ, നമ്മൾ 15 മിനിറ്റിന്റെ സപ്ലൈ ഡിമാൻഡ് സോണിൽ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എൻട്രി ടൈം ഫ്രെയിം ആയ 1 മിനിറ്റിലോട്ട് പോവാം. അപ്പൊ ഇവിടെ സംഭവിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് കൺഫർമേഷന് വേണ്ടിയിട്ട്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഓക്കെ, ഒന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാത്രം സംഭവിക്കാം, നമ്മൾ നേരത്തെ കണ്ട വീഡിയോസിൽ കണ്ട ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഓറൽസ് നിങ്ങൾക്ക് ഫ്ലിപ്പ് പ്ലസ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടാം, രണ്ടും കിട്ടാം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ കണ്ട വീഡിയോസിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്ലിപ്പ് എന്താണെന്ന് അറിയാം, ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്താണെന്ന് അറിയാം, ഫ്ലിപ്പ് പ്ലസ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ അറിയാം. ഈ രണ്ടിലെ ഏത് കൺഫർമേഷൻ വേണോ നമുക്ക് നമ്മുടെ 1 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിൽ വരാം. ഓക്കെ, സോ അതെങ്ങനെയായിരിക്കും കാണാനിരിക്കുക എന്നുള്ളത് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. പക്ഷെ നിങ്ങൾക്ക് ഒന്ന് ഐഡിയ മനസ്സിലാക്കാൻ, ഇങ്ങനെ പ്രൈസ് നമ്മൾ സോൺസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ അങ്ങോട്ടായിരിക്കും 1 മിനിറ്റിൽ പോകും. 1 മിനിറ്റിൽ പോയി കഴിയുമ്പോൾ 1 മിനിറ്റ് നമുക്ക് കാണേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, സോ ആ മുകളിൽ കണ്ട അതേ ഡിമാൻഡ് സോൺ ആണ് ഈ ഡിമാൻഡ് സോൺ, ആൻഡ് മുകളിൽ ആ 15 മിനിറ്റ് കണ്ട അതേ സപ്ലൈ സോൺ ആണ് സപ്ലൈ സോൺ. ഓക്കെ, സോ ലെറ്റ്സ് സേ ഇതിപ്പോൾ നമ്മൾ 1 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിലാണ് എത്തിയത് നിങ്ങൾ വിശ്വസിക്കാം. ആദ്യം ആ ഡിമാൻഡ് സോണിന്റെ കാര്യം എടുക്കാം. ഡിമാൻഡ് സോണിൽ നമ്മൾ വന്ന് ലോ ടൈം ഫ്രെയിം നോക്കുമ്പോൾ പ്രൈസ് അവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക 1 മിനിറ്റ് നമ്മൾ ബെയറിഷ് ആയിരിക്കും, നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഒക്കെ താഴോട്ടായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നമുക്ക് വേണ്ട എന്താണ്, ഈ ബെയറിഷ് ചെയ്യുന്ന ഒരു ബുള്ളിഷിലോട്ടുള്ള മാറ്റം വേണം, കൺഫർമേഷൻ വേണം. അവിടെയാണ് നമ്മൾ പഠിച്ച ചേഞ്ച് ഓഫ് ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസ് വരിക. എങ്ങനെയാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഐഡന്റിഫൈ പോകുന്നത്? നമുക്കറിയാം 1 മിനിറ്റിൽ പ്രൈസ് താഴേക്കാണ് വരുന്നെങ്കിൽ സപ്ലൈ ആയിരിക്കും കൺട്രോളിലുള്ളത്. സോ സപ്ലൈ ബ്രേക്ക് ചെയ്യണം. എങ്ങനെ ബ്രേക്ക് ചെയ്യണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ വിക്ക് ബ്രേക്ക് മതി, നമുക്കൊരു വിക്ക് മേടിപ്പോയാൽ മാത്രം മതി സപ്ലൈ ബ്രേക്ക് ആവും. ആ ബ്രേക്കോട് കൂടി തന്നെ നമുക്ക് എന്ത് കിട്ടും, സോണുകളുടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടും. ഓക്കെ, ഞാൻ ഈ വരച്ചിരിക്കുന്ന ഉദ്ദേശിക്കുന്നത് സോണിന്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണ്, സ്ട്രക്ചറിന്റെ അല്ല, ഷോക്ക് അല്ല. ഇഫ് യു റിമെമ്പർ, നമുക്ക് ഷോക്കും ഉണ്ട്, സോണിന്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ട് അല്ലെ. സ്ട്രക്ചറിന്റെ രീതിക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സോണിന്റെ രീതിക്കാണ്. ഓക്കെ, സോ സോണ് മാറി, സോണിന്റെ കൺട്രോൾ പോയി. നമുക്കറിയാം ഒരു സോണ് പോയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് അടുത്ത സോൺ എന്ത് വരും, കൺട്രോളിൽ വരും. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിമാൻഡ് സോൺ എന്ത് ചെയ്തു, കൺട്രോളിൽ വന്നു അല്ലെ. ഇവിടെ ഒരു ഡിമാൻഡ് സോൺ കൺട്രോളിൽ വന്നിട്ടുണ്ട്. ആ കൺട്രോളിൽ വന്ന ഡിമാൻഡ് സോണിലാണ് നമ്മൾ 1 മിനിറ്റ് എൻട്രി എടുക്കാൻ നോക്കുന്നത്. ഓക്കെ, എങ്ങനെയായിരിക്കും നമ്മൾ ആ ഡിമാൻഡ് സോണിന്റെ ഓപ്പണിലായിരിക്കും നമ്മൾ എൻട്രി വെക്കുക. ചില സമയത്ത് നമ്മൾ 50% വെക്കും. ആ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരുപാട് ബ്രേക്ക് ഡൗൺ വീഡിയോസ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ റിഫൈൻ ചെയ്യാമെന്ന് പഠിക്കാം. സിമ്പിളസ്റ്റ് ആയിട്ടുള്ള കൺഫർമേഷൻ ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരു സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഓപ്പോസിറ്റ് സൈഡിലുള്ള സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായിരുന്നാലും അടുത്ത സോൺ കിട്ടും. സോ സപ്ലൈ ബ്രേക്കായി എന്തായാലും ഡിമാൻഡ് ആയിരിക്കും കൺട്രോൾ വരിക. നമ്മൾ എന്ത് ചെയ്യും, ആ ഡിമാൻഡിലാണ് നമ്മൾ എൻട്രി എടുക്കാൻ പോകുന്ന 1 മിനിറ്റിന്റെ ഡിമാൻഡ്. നിങ്ങൾ എന്ത് ചെയ്യും, 1 മിനിറ്റിന്റെ ഡിമാൻഡിൽ എൻട്രി എടുക്കും. സ്റ്റോപ്പ് ലോസ് സോണിന് താഴെ വെക്കാം, സ്ട്രക്ചറിന് താഴെ വെക്കാം. ആ റിഫൈൻമെന്റിലോട്ടൊക്കെ നിങ്ങൾ ട്രേഡ് ചെയ്ത് വരുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. പോരാതെ തന്നെ നമ്മളെ വീക്കിലി വെബിനാസിലൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരും നിങ്ങൾക്ക് എങ്ങനെ റിഫൈൻ ചെയ്യാനുള്ള കാര്യം. ഓക്കെ, സിംപ്ലസ്റ്റ് രീതി ഇത്രയേ ഉള്ളൂ. 1 മിനിറ്റ് കാണുന്ന സോണിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പൺ എൻട്രി വെക്കുക, സോണിന് താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുക മേടിക്കുമ്പോൾ. ഓക്കെ, അതേസമയം വിൽക്കുമ്പോൾ നമുക്ക് വേണ്ടത് ആ സപ്ലൈ സോണിൽ വന്നിട്ട് പ്രൈസ് വീണ്ടും ഷിഫ്റ്റ് ആവുക. കാരണം സപ്ലൈ സോണിലോട്ട് പ്രൈസ് 1 മിനിറ്റ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെ, എന്തായാലും ബൈ ഓർഡേഴ്സ് ആയിരിക്കും, ഡിമാൻഡിന്റെ ചെയിൻ ആയിരിക്കും കൺട്രോൾ ഉണ്ടാവുക. ഡിമാൻഡ് സോൺ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കാണണം, ആ സോണിന്റെ വയലേഷൻ കാണണം. എങ്ങനെയായിരിക്കും കാണാൻ കഴിയുക, സോൺ ബ്രേക്ക് ചെയ്യണം. എങ്ങനെ ബ്രേക്ക് ചെയ്താൽ മതി, നമുക്ക് വിക്ക് മതി അല്ലെ. സോ സോൺ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തിട്ടും ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടും. ഒരു ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് കാരണക്കാരൻ ആര് തന്നെ ആയിരിക്കണം, ഒരു സപ്ലൈ സോൺ അല്ലേ. സോ അപ്പൊ ആ സപ്ലൈ കൺട്രോൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ സപ്ലൈ സോണിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നതും
നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ മിനിമം ടാർഗറ്റ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1:5 ആയിരിക്കണം. 1:5 താഴെ നിങ്ങൾ വേറൊരു ട്രേഡും എടുക്കാൻ നിൽക്കരുത്. ഓക്കെ, അതിൽ കൂടുതൽ എടുത്താലേ ഉള്ളൂ. ടാർഗറ്റ് എങ്ങനെ വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിക്കായിരിക്കും. നിങ്ങൾ എൻട്രി കൺഫേം ആയി എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ ലിമിറ്റ് ഓർഡേഴ്സ് ആയിരിക്കും ഇടുക. ലിമിറ്റ് ഓർഡേഴ്സ് ഇട്ട് തന്നെ ആയിരിക്കും ട്രേഡ് ചെയ്യുക. ഓക്കെ, ചില സമയത്ത് സ്പ്രെഡ് കൂടുതലാണ്, നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി മിസ്സാവും. അങ്ങനെയൊക്കെ സന്ദർഭം വരുമ്പോൾ മാത്രമായിരിക്കും മാർക്കറ്റ് ഓർഡേഴ്സ് എടുക്കുക. ഓക്കെ, ആൻഡ് ടാർഗറ്റ്സ് നമുക്ക് രണ്ട് രീതിക്ക് ചെയ്യാം. ഒന്ന്, നമ്മൾ സ്ട്രക്ചർ തന്നെ ഫോളോ ചെയ്യാം. അതായത് നിങ്ങൾക്ക് 15 മിനിറ്റിൽ തന്നെ സ്ട്രക്ചർ പോയിന്റുകൾ ടാർഗറ്റ് വെക്കാം. ഓക്കെ, ബിക്കോസ് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഈ ഓർഡർ ഫ്ലോ ഫുൾഫിൽ ആവണമെങ്കിൽ അടുത്ത സ്ട്രക്ചറിന്റെ ബ്രേക്ക് വേണം. ഓവർലെസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഓക്കെ, അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള സപ്ലൈയോ ഡിമാൻഡ്സോ. ഇപ്പൊ നിങ്ങൾ ഡിമാൻഡിലാണ് എൻട്രി എടുക്കുന്നത്, 15 മിനിറ്റ് ഡിമാൻഡിലാണ് എൻട്രി എങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങൾക്ക് എന്ത് വെക്കാം, ഒരു 15 മിനിറ്റിന്റെ സപ്ലൈ ടാർഗറ്റ് വെക്കാം. സിമ്പിൾ ലോജിക്. കാരണം പ്രൈസ് എപ്പോഴും പോകുന്നത് എങ്ങോട്ടായിരിക്കും, സോൺ തൊട്ട് സോൺ അല്ലെങ്കിൽ സോൺ തൊട്ട് ലിക്വിഡിറ്റി എന്നുള്ള രീതിക്കാണ് പ്രൈസ് എപ്പോഴും ട്രാവൽ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ടാർഗറ്റ് എടുക്കാം അല്ലെങ്കിൽ സ്ട്രക്ചർ പോയിന്റ് ടാർഗറ്റ് എടുക്കാം. ഓക്കെ, ഇതിലേതാണ് ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾ ട്രേഡ് എടുത്ത് നിങ്ങൾ പേഴ്സണൽ പ്രിഫറൻസ് നിങ്ങൾക്ക് തന്നെ വരും. ഓക്കെ, ബട്ട് ഓബിയസ്ലി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള ബ്രേക്ക് ഡൗൺ വീഡിയോസ് കാണുമ്പോൾ തന്നെ കിട്ടും. സെയിം വേ എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് സപ്ലൈ സോണിലാണ് എൻട്രി എങ്കിൽ നിങ്ങൾക്ക് അൺമിറ്റിഗേറ്റഡ് എന്ന് വെച്ചാൽ പ്രൈസ് ഇതുവരെ വരാത്തൊരു ഡിമാൻഡ് സോൺ ഉണ്ടെങ്കിൽ ആ ഡിമാൻഡ് സോണിൽ ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ സപ്ലൈ സോണിൽ എൻട്രി എടുക്കണമെങ്കിൽ ഡിമാൻഡ് സോൺ ആയിരിക്കും ടാർഗറ്റ്, ഡിമാൻഡ് സോണിൽ എൻട്രി എടുക്കണമെങ്കിൽ സപ്ലൈ സോൺ ആയിരിക്കും ടാർഗറ്റ്. ഓക്കെ, 15 മിനിറ്റിന് തന്നെ. സോ 15 മിനിറ്റിന്റെ സോണിലാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ 15 മിനിറ്റ് സോണിൽ തന്നെ ആയിരിക്കും ടാർഗറ്റ്. ഓക്കെ, ഈസിയസ്റ്റ് വേ, ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒന്നിങ്ങനെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് സ്ട്രക്ചർ പോയിന്റുകൾ, അതായത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നു ബുള്ളിഷ് ആണ്, അപ്പൊ അടുത്ത ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കണമെങ്കിൽ എന്ത് തന്നെ ബ്രേക്ക് ആണോ അത് ബ്രേക്ക് ആണോ, കറക്റ്റ്. സെയിം അതുപോലെ തന്നെ ലോ ബ്രേക്ക് ആയിട്ടുണ്ട്, വീണ്ടും ലോ ബ്രേക്ക് ചെയ്യുന്ന രീതിക്ക് നിങ്ങൾക്ക് എന്താ ഇവിടെ നിന്ന് ഇതുവരെ തന്നെ ടാർഗറ്റ് വെക്കാൻ കഴിയും. ഓക്കെ, സോ സിമ്പിൾ ലോജിക് ഇതാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പോകുന്ന ലോജിക്ക്. അപ്പൊ നമുക്കൊരു ഇതിന്റെ ഒരു എക്സാമ്പിൾ കാണാം, അപ്പൊ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ കാര്യമായിട്ട് മനസ്സിലാവും.